വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോൺട്രാക്റ്റീവ് സീക്വൻസ് എന്നുള്ള ആശയമാണ്. നമുക്ക് എന്താണ് കോൺട്രാക്റ്റീവ് സീക്വൻസ് എന്ന് നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കോൺട്രാക്റ്റീവ് if there exists a constant c 0 less than c less than 1 such that modulus of xn plus 2 minus xn plus 1 less than or equal to c into modulus of xn plus 1 minus xn for all n belongs to script n. സീക്വൻസിലെ ടേമുകൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സീക്വൻസിനെ കോൺട്രാക്റ്റീവ് സീക്വൻസ് എന്ന് വിളിക്കുന്നു. ഇവിടെ പറയുന്ന സി എന്ന് പറയുന്ന നമ്പർ 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലുള്ള ഒരു കോൺസ്റ്റൻ്റാണ്. ആ കോൺസ്റ്റൻറ്റിനെ നമ്മളിവിടെ കോൺസ്റ്റൻ്റ് ഓഫ് കോൺട്രാക്റ്റീവ് സീക്വൻസ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഒരു സീക്വൻസ് കോൺട്രാക്റ്റീവ് സീക്വൻസ് ആവണമെങ്കിൽ ഈ പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരു തിയറം പഠിക്കാനുണ്ട്. ആ തിയറം നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ്: എവരി കോൺട്രാക്റ്റീവ് സീക്വൻസ് ഈസ് എ കോഷി സീക്വൻസ് ആൻഡ് ദെയർഫോർ ഈസ് കൺവെർജൻറ്റ്. ആക്ച്വലി തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എവരി കോൺട്രാക്റ്റീവ് സീക്വൻസ് ഈസ് എ കോഷി സീക്വൻസ് എന്ന് മാത്രമാണ്. കോഷി സീക്വൻസ് ആണെങ്കിൽ നമുക്ക് കോഷി ക്രൈറ്റീരിയൻ പ്രകാരം അത് കൺവെർജൻ്റ് ആണെന്ന് പറയാൻ സാധിക്കും. വിത്ത് എഫക്റ്റ് നമുക്ക് വേണമെങ്കിൽ എവരി കോൺട്രാക്റ്റീവ് സീക്വൻസ് ഈസ് കൺവെർജൻ്റ് എന്നും പറയാം. അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോൺട്രാക്റ്റീവ് സീക്വൻസ് കോഷി സീക്വൻസ് എന്ന് പറയാനാണ്. അതിനുവേണ്ടി വി സ്റ്റാർട്ട് എ സീക്വൻസ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ബി എ കോൺട്രാക്റ്റീവ് സീക്വൻസ്. ഇഫ് ദാറ്റ് ഈസ് എ കോൺട്രാക്റ്റീവ് സീക്വൻസ് ദർ ഇസ് എ കോൺട്രാക്റ്റീവ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് സി 0 ലെസ് ദാൻ സി ലെസ് ദാൻ 1 എന്ന് നമ്മുടെ കയ്യിലുണ്ടാവും. സച്ച് ദാറ്റ് നമ്മുടെ കണ്ടീഷൻ ഇതാണ്: മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 2 മൈനസ് എക്സ് എൻ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എൻ. ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് എല്ലാ ടേമുകൾക്കും അല്ലെങ്കിൽ എല്ലാ എൻ ബിലോങ്സ് ടു എന്നിനും സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ പെർട്ടിക്കുലറായിട്ട് ഈ റിസൾട്ടിനകത്ത് എന്നും എൻ പ്ലസ് 1ഉം എൻ പ്ലസ് 2 ആണ് കാണുന്നത്. വി ക്യാൻ റീപ്ലേസ് അവർ എൻ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് 1 ദെൻ വി ഗെറ്റ് അനദർ റിസൾട്ട്. ദാറ്റ് ഈസ് എന്തായിരിക്കും കിട്ടുക? എന്നിൻ്റെ സ്ഥലത്ത് എൻ പ്ലസ് 1 കൊടുത്തു കഴിഞ്ഞാൽ എൻ പ്ലസ് 1ൻ്റെ സ്ഥലത്ത് എൻ ആവും, എൻ പ്ലസ് 2ൻ്റെ സ്ഥലത്ത് എൻ പ്ലസ് 1 ആവും. അപ്പോൾ ആ റിസൾട്ട് ഇങ്ങനെയായിട്ട് മാറും: മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് 1. അങ്ങനെ നമുക്ക് ഓരോ എൻ ഇസ് ഈക്വൽ ടു നമുക്ക് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിതുപോലെ ഓരോ ഇക്വേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. അതുപയോഗിച്ചുകൊണ്ട് നമ്മളൊരു റെക്കറൻ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഇനീക്വാലിറ്റി ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ വി സ്റ്റാർട്ട് ഫ്രം മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 2 മൈനസ് എക്സ് എൻ പ്ലസ് 1 ആൻഡ് വി നോ ദാറ്റ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു modulus of xn plus 1 minus xn, because this is the condition for your contractive sequence. ഇനി അതിൽ തന്നെ നമ്മൾ മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എന്നിന്, നേരത്തെ ഞാൻ പറഞ്ഞു എന്നിന് പകരം എൻ മൈനസ് 1 റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഇക്വേഷൻ കിട്ടുന്നത്. ആ ഇക്വേഷൻ ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അതിന് പകരം നമുക്ക് ലെസ് ദാൻ സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ നേരത്തെ ഒരു സി ഉണ്ട്, ഇപ്പോൾ ഒരു സിയും കൂടെ കിട്ടി. നമുക്ക് ചേർത്ത് എക്സ് സി ഇൻറ്റു സി സ്ക്വയർ വരുന്നു. അപ്പോൾ നമുക്ക് വിത്ത് എഫക്റ്റ്ലി സി സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നു. അപ്പോൾ അടുത്ത ടൈം വരുമ്പോൾ ആക്ച്വലി സി ക്യൂബ് വരും, പിന്നെ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് 1 മൈനസ് എക്സ് എൻ മൈനസ് 2 എന്ന് വരും. അങ്ങനെ കുറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം എക്സിൻ്റെ സഫിക്സുകൾ കുറഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറഞ്ഞ് പോയി അവസാനം നമുക്ക് ഒരു x2 മൈനസ് x1 എന്നുള്ള രൂപത്തിൽ വന്ന് നിൽക്കും.
ഒരു x2 മൈനസ് x1 എന്നുള്ള രൂപത്തിൽ നമുക്ക് വന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ സിക്ക് അവിടെ തീർച്ചയായും ഒരു പവർ ഉണ്ടായിരിക്കും. നമുക്ക് എങ്ങനെയാണ് ആ പവർ കണ്ടുപിടിക്കാൻ സാധിക്കുക? കാരണം x2 മൈനസ് x1 എന്നുള്ള രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ റെക്കറൻറ്റ് ചെയ്ത് എത്തുന്ന ഈ ഇനീക്വാലിറ്റി അവിടെ അവസാനിക്കണം. കാരണം x1 ശേഷം നമുക്ക് x0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാനില്ല. അപ്പോൾ അവിടെയാണ് അവസാനം, എൻ്റെ അതാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തായിരിക്കും സിയുടെ പവർ നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ്. നമുക്കിവിടെ കിട്ടിയത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയത് c² വെച്ചുള്ള ടേം കിട്ടിയിട്ടുണ്ട്. c² ഇൻറ്റു മോഡുലസ് ഓഫ് xn മൈനസ് 1. അതുമായി ബന്ധപ്പെട്ടിച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ n-1 കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ സഫിക്സിൽ എക്സിൻ്റെ സഫിക്സിൽ n-1 കാണുന്നുണ്ടായിരിക്കും. ഈ n-1 ഇവിടെയാണെങ്കിൽ നമുക്ക് പവർ ഇവിടെ വന്നിട്ടുള്ളത് 2 ആണ്. അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ സിക്ക് പവർ 3 വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? n-2 വരും. അപ്പോൾ n-something എന്നുള്ള സംഭവത്തിനെയാണ് നമ്മൾ പിടിക്കാൻ പോണത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ സഫിക്സിലെ n-1നെ ഞാനിങ്ങനെ കാണുന്നു. നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. n-1നെ ഞാൻ n-x എന്നുള്ള രീതിയിൽ കാണുന്നു. n-x. അപ്പോൾ ഇവിടുത്തെ x എന്താണ്? 1 ആണ്. അപ്പോൾ 2 എങ്ങനെ കിട്ടി? 2 കിട്ടിയത് x+1. അപ്പോൾ n-x ആണെങ്കിൽ x+1 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന പവർ. അപ്പോൾ n-1നെ ഞാനിവിടെ n-x എന്ന് എഴുതി. അപ്പോൾ എനിക്ക് x എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പോൾ എനിക്ക് പവർ കിട്ടുന്നത് x+1, അതായത് 1 + 1 = 2 ആണ്. അതുപോലെ നമുക്ക് 1 ആണ് ഇവിടെ എക്സിൻ്റെ സഫിക്സ്. അവസാനത്തെ ടൈമിൽ എക്സിൻ്റെ സഫിക്സ് 1 ആണ്. അവസാനത്തെ ടൈമിൽ എക്സിൻ്റെ സഫിക്സ് 1 ആണെങ്കിൽ നമുക്ക് 1നെ n-x എന്നുള്ള രൂപത്തിൽ എഴുതണം. എങ്ങനെ എഴുതാം? നമുക്ക് 1നെ n-1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് n-1 ആണ്. അപ്പോൾ നമ്മുടെ പവർ എന്ത് വേണം? പവർ വരുന്നത് n-1 + 1. എന്തായിരിക്കും അത്? n ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് അവിടെ c⁴n ആണ് കിട്ടുന്നത് എന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസൾട്ട് ഇതാണ്. മോഡുലസ് ഓഫ് xn+2 മൈനസ് xn+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു c⁴n ഇൻറ്റു മോഡുലസ് ഓഫ് x2 മൈനസ് x1. ഈ റിസൾട്ട് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം നമുക്ക് ഇനി അത് ഉപയോഗിക്കാനുള്ളതാണ്. നമുക്ക് ഈ സീക്വൻസ് പ്രൂവ് ചെയ്യേണ്ടത് കോഷി സീക്വൻസ് ആണെന്നാണ്. കോഷി സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എമ്മിൻ്റെയും എന്നിൻ്റെയും ടേമിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ വി ചൂസ് m > n. ഒരു എമ്മും എന്നും ചൂസ് ചെയ്യുന്നു, m > n എന്നുള്ള രീതിയിൽ. ആൻഡ് വി സ്റ്റാർട്ട് ഫ്രം മോഡുലസ് ഓഫ് xm മൈനസ് xn. അപ്പോൾ m ആണ് വലുത്. അപ്പോൾ xmഉം xnഉം അപ്പോൾ ചെറിയ, അതായത് സീക്വൻസിൽ ആദ്യം വരുന്ന ടേം xnഉം അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് xmഉം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ടേമുകൾ ഉണ്ടായിരിക്കും. ആ ടേമുകൾ ഒന്ന് xm ആയിരിക്കും, പിന്നെ അതടുത്ത് xm-1 ആയിരിക്കും. അങ്ങനെ കുറഞ്ഞ് നമുക്ക് xn എത്തുന്നതിന് മുമ്പ് xn+1 വരും. അപ്പോൾ നമുക്ക് ഈ ടേമുകളെല്ലാം ഈ മോഡുലസിനകത്ത് മൈനസ് ആൻഡ് പ്ലസ് ചെയ്യണം. അപ്പോൾ ആദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും: xm മൈനസ് xm-1 പ്ലസ് xm-1, അടുത്തത് മൈനസ് xm-2 പ്ലസ് xm-2 ആൻഡ് സോ ഓൺ. പിന്നെ മൈനസ് xn+1 അവസാനത്തെ പ്ലസ് xn+1 അവസാനത്തെ ടേം മൈനസ് xn എന്ന് പറഞ്ഞ് നിർത്തുന്നു. എന്നിട്ട് ആദ്യത്തെ ഈ 2 ടേമുകൾ ക്ലബ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി പലവട്ടം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ടേമുകളെ ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് xm മൈനസ് xm-1 പ്ലസ് മോഡുലസ് ഓഫ് xm-1 മൈനസ് xm-2 പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് xn+1 മൈനസ് xn എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ സാധിക്കും ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഉപയോഗിച്ച്. ഇനി നമ്മൾ ചെയ്യുന്നത്, നേരത്തെ നമ്മളൊരു ഇനീക്വാലിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. xn+2 മൈനസ് xn+1 വേണ്ടി മോഡുലസ് ഓഫ് xn+2 മൈനസ് xn+1 വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c⁴n ഇൻറ്റു മോഡ് x2 മൈനസ് x1. അതായത് ഇവിടുത്തെ സഫിക്സിൽ n+2 ആണെങ്കിൽ അതിനേക്കാളും 2 കുറഞ്ഞതാണ് നമ്മുടെ ഇവിടുത്തെ പവർ വരുന്നത്.
n+2 ആണ് സഫിക്സ് എങ്കിൽ ഇവിടെ വരുന്നത് c⁻n. n ടേം എന്തായാലും x2ഉം x1 തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോന്നിനെയും അതുപോലെ റീപ്ലേസ് ചെയ്യണം. ആദ്യത്തെ മോഡുലസ് നമുക്ക് കയ്യിലുള്ളത് മോഡുലസ് ഓഫ് xm മൈനസ് xm മൈനസ് 1. അപ്പോൾ നമുക്ക് n+2 സ്ഥലത്ത് നമുക്കുള്ളത് m ആണ്. n+2 ആണെങ്കിൽ സിയുടെ പവർ നമുക്ക് വരുന്നത് 2 കുറവായിട്ടാണ്. അപ്പോൾ ഇവിടെ m ആണെങ്കിൽ അതിനേക്കാളും 2 കുറവായിട്ടുള്ള ടേമായിട്ടുള്ള m-2 ആണ് സിയുടെ പവറായിട്ട് വരിക. അപ്പോൾ നമ്മൾ ആ ഇനീക്വാലിറ്റി ഉപയോഗിച്ച് ഫസ്റ്റ് മോഡുലസിനെ റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? c⁻m-2 ഇൻറ്റു മോഡുലസ് ഓഫ് x2 മൈനസ് x1. അടുത്ത ടൈമിനെ എങ്ങനെയാണ് ഇനി റീപ്ലേസ് ചെയ്യുന്നത്? അടുത്ത ടൈം നമുക്കുള്ളത് ഇവിടെ xm-1 മൈനസ് xm-2 എന്നാണ്. അപ്പോൾ അവിടെ xm-1 ആണ് ആദ്യത്തെ സഫിക്സ്. അതിനേക്കാൾ 2 കുറവ് എന്ന് പറയുമ്പോൾ സിയുടെ പവർ വരാൻ പോണത് m-3 ആയിരിക്കും. അപ്പോൾ c⁻m-3 ഇൻറ്റു മോഡുലസ് ഓഫ് x2 മൈനസ് x1 കിട്ടും. അങ്ങനെ പോയി അവസാനം നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് അവസാനത്തെ ടൈം ഇവിടെ വരുന്നത് xn+1 മൈനസ് xn ആണ്. ആദ്യത്തെ സഫിക്സ് n+1 ആണ്. അതിനേക്കാളും 2 കുറവ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് c⁻n-1 ഇൻറ്റു മോഡുലസ് ഓഫ് x2 മൈനസ് x1 എന്നാണ്. ഇപ്പോൾ നമുക്ക് എല്ലാ ടൈമിനകത്തും മോഡുലസ് ഓഫ് x2 മൈനസ് x1 കോമൺ ആണ്. അത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ബാക്കി വരുന്ന ടൈമുകൾ നമുക്ക് ക്ലബ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ കിട്ടുന്നു? c⁻n-1 പ്ലസ് c⁻n പ്ലസ് എക്സെട്ര c⁻m-2. റിവേഴ്സ് ഓർഡറിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇൻറ്റു മോഡുലസ് ഓഫ് പുറത്ത് കോമൺ ടൈം മോഡുലസ് ഓഫ് x2 മൈനസ് x1. ഇനി ഇപ്പോൾ എനിക്ക് തൊട്ട് മുകളത്തെ സ്റ്റെപ്പിനോട് ഇപ്പോഴത്തെ സ്റ്റെപ്പ് ഈക്വാലിറ്റി ആണ്. കാരണം അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളൂ കോമൺ ടൈം പുറത്തേക്ക് എടുത്ത്. ഇനി ഞാൻ ചെയ്യുന്നത് ഇവിടെ എനിക്ക് c⁻n-1 മുതൽ c⁻n-1 മുതൽ സിയുടെ പവറുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ c⁻m-2 വരെയുള്ള ടേമുകളുടെ സമ്മാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിനി ചെയ്യാൻ പോകുന്നത് അതിനകത്തേക്ക് ഇൻഫിനിറ്റ്ലി മെനി ടേമുകൾ ആഡ് ചെയ്യുകയാണ്. അതായത് c⁻m-2 എന്ന് പറയുന്ന ടേമിൽ നിർത്താതെ c⁻∞ വരെ പോകാൻ വേണ്ടി ഇൻഫിനിറ്റ്ലി മെനി ടേംസുകൾ ഞാൻ അവിടെ കൂട്ടുന്നു. എനിക്ക് c എന്ന് പറയുന്നത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള നമ്പറാണെന്നറിയാം. അപ്പോൾ അതിൻ്റെ ഏത് പവർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും എനിക്കവിടെ സംഭവിക്കുന്നത് അതിൻ്റെ ഏത് പവർ കൂട്ടിക്കഴിഞ്ഞാലും എനിക്കൊരു പോസിറ്റീവ് ടൈമേ കിട്ടുകയുള്ളൂ. ഈ പോസിറ്റീവ് ടൈമിൻ്റെ പ്രത്യേകത ഒരു സൈഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം ഒന്നും കൂടെ വലുതാകും. അതുകൊണ്ടാണ് ഞാനിവിടെ സ്ട്രിക്റ്റ് ഇനീക്വാലിറ്റി വെച്ചിരിക്കുന്നത്, വിച്ച് ഈസ് ലെസ് ദാൻ c⁻n-1 പ്ലസ് c⁻n പ്ലസ് എക്സെട്ര പ്ലസ് അപ് ടു ഇൻഫിനിറ്റി ടൈംസ് ഇൻറ്റു പുറത്തുള്ള കോമൺ ടൈം മോഡുലസ് ഓഫ് x2 മൈനസ് x1. ഇനി ചിന്തിക്കുന്നത് നമുക്ക് ഇപ്പോൾ കയ്യിലുള്ള ഈ ബ്രാക്കറ്റിനകത്തുള്ളത് ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മാണ്. ഈ ടേംസിന് പ്രത്യേകതയുണ്ട്. ദർ ഇസ് എ കോമൺ റേഷ്യോ. അതായത് ഒരു ടൈം ഫസ്റ്റ് ടൈം c⁻n-1 ആണെങ്കിൽ നെക്സ്റ്റ് ടൈം വരുന്നത് c⁻n ആണ്, അടുത്ത ടൈം c⁻n+1 ആണ്. സോ ദർ ഇസ് എ കോമൺ റേഷ്യോ ബിറ്റ്വീൻ ദീസ് ടു ടേംസ് ആൻഡ് വിച്ച് ഈസ് എ ഇൻഫൈനൈറ്റ് സീരീസ്. ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ട് ഇവിടെ. ഈ കോമൺ റേഷ്യോൻ്റെ പ്രത്യേകത, ഈ കോമൺ റേഷ്യോ 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള നമ്പറാണ്. അതായത് അതിൻ്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ 1 ആണ്. നമുക്കറിയാം ഒരു ഇൻഫിനിറ്റ് സീരീസ് അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റ് ഒരു ജി പിയുടെ സമ്മ് കണ്ടുപിടിക്കാൻ. ഇവിടെ ജി പി ആണ്, കാരണം കോമൺ റേഷ്യോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇൻഫിനിറ്റ് ജി പി ഇവിടെ സമ്മ് അതിൻ്റെ കോമൺ റേഷ്യോയുടെ മോഡുലസ് ഓഫ് ആർ. If r is the common ratio, then mod r less than 1, then the sum of the infinite GP, this is equal to a by 1 minus r. A is the first term and r is the common ratio. അപ്പോൾ ഇവിടുത്തെ a എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? അത് c⁻n-1 ആണ്. കോമൺ റേഷ്യോ എന്താണ്? c ആണ്. സോ ദ ഇൻഫിനിറ്റ് സം ഓഫ് ദ GP is c⁻n-1 ഇൻറ്റു 1 മൈനസ് c ആണ്. പിന്നെ പുറത്തുള്ള കോമൺ ടേം ഇൻറ്റു മോഡുലസ് ഓഫ് x2 മൈനസ് x1 എന്ന് കിട്ടുന്നു. ഇനി നമുക്കൊരു കാര്യം അറിയാം, c എന്ന് പറയുന്ന നമ്പർ 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണെങ്കിൽ ലിമിറ്റ് c⁻n ഈക്വൽ ടു 0 ആയിരിക്കും. നമുക്കൊരു റിസൾട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇഫ് മോഡ് b ലെസ് ദാൻ 1 then limit b⁻n is equal to 0. So here c is lies between 0 and 1. Mod c is less than 1. Therefore by that result limit c⁻n is equal to 0.
ലിമിറ്റ് സി റേസ് ടു എൻ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് തീർച്ചയായും അതിൻ്റെ ഒരു ടെയിൽ സീക്വൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സി റേസ് ടു എൻ മൈനസ് വണ്ണിനെ കാണാൻ സാധിക്കും. കാരണം അതിനേക്കാളും ഒന്ന് കുറവ്, അല്ലെങ്കിൽ ഈ സി റേസ് ടു എൻ മൈനസ് വൺ എന്ന് പറയുന്ന സീക്വൻസിൻ്റെ വൺ ടെയിലാണ് ആക്ച്വലി സി റേസ് ടു എൻ. അപ്പോൾ അതൊരു എം ടെയിൽ കണക്ഷൻ അവിടെ അവർ തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ ലിമിറ്റ് സി റേസ് ടു എൻ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നിർബന്ധമായും ലിമിറ്റ് സി റേസ് ടു എൻ മൈനസ് വണ്ണും ഈക്വൽ ടു 0 ആയിരിക്കും. ഇപ്പോൾ നമുക്ക് കിട്ടിയ കാര്യം മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ സ്ട്രിക്ട്ലി ലെസ് ദാൻ സി റേസ് ടു എൻ മൈനസ് വൺ ബൈ 1 മൈനസ് സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ. ഇവിടെ 1 മൈനസ് സി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ നമ്പർ 0 & 1 ഇടയിലുള്ളതായിരിക്കും. മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വണ്ണും ഒരു പർട്ടിക്കുലർ നമ്പർ ആയിരിക്കും. ഈ എമ്മും എന്നും നമുക്ക് വേരി ചെയ്യിക്കാൻ പറ്റുന്നതാണ്, അപ് ടു ഇൻഫിനിറ്റി വരെയും പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എമ്മും എന്നും ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എന്നിനകത്ത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് റൈറ്റ് സൈഡിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ലിമിറ്റ് അപ്ലിക്കബിൾ ആകുന്നത് ആകെ ഈ ഒരു ടേമിന് മാത്രമാണ്. അതായത് സി റേസ് ടു എൻ മൈനസ് വണ്ണിന് മാത്രമാണ് നമുക്ക് ലിമിറ്റ് അപ്ലിക്കബിൾ ആകുന്നത്. ബാക്കി എല്ലാ ടൈമുകളും കോൺസ്റ്റൻ്റ് ആണ്. ലിമിറ്റ് സി റേസ് ടു എൻ നമുക്കറിയാം 0 ആണ്. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ, ലിമിറ്റ് ഓഫ് മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ഈസ് ലെസ് ദാൻ ലിമിറ്റ് ഓഫ് എന്ത് കിട്ടുന്നു 0, അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് സി റേസ് ടു എൻ ഇൻറ്റു എ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടലി 0. അപ്പോൾ ലിമിറ്റ് ഓഫ് മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ 0. ഈ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എമ്മിൻ്റെ ലിമിറ്റ് എപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും. കാരണം നോൺ നെഗറ്റീവ് ടേംസിൻ്റെ ലിമിറ്റ് എപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അതെപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ പറയുന്നത് അത് 0-നേക്കാൾ ചെറുതാണെന്ന് പറയുന്നത്. 0-നേക്കാൾ ചെറുതാണെന്ന് പറഞ്ഞാൽ ലിമിറ്റിൽ അത് ഈക്വാലിറ്റി ഹോൾഡ് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും, നമുക്ക് ലിമിറ്റ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എന്നിനെ ആകെ ഒരു പോസിബിലിറ്റി ഉള്ളൂ, അത് നമുക്ക് 0 ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ലിമിറ്റ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എം ഈസ് ലെസ് ദാൻ 0. ഇപ്പോൾ ഒരു സീക്വൻസാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ? നമ്മുടെ കയ്യിലുള്ള സീക്വൻസ് ഏതാ? എക്സ് എം മൈനസ് എക്സ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ്. അതിൻ്റെ ലിമിറ്റ് എന്താണ്? 0 ആണ്. അപ്പോൾ ബൈ ദ ഡെഫിനേഷൻ ഓഫ് സീക്വൻസ് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഈസ് എ നാച്ചുറൽ നമ്പർ k സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ദാറ്റ് ഇസ് എ ടേം ഓഫ് ദ സീക്വൻസ്, പിന്നെ -0 ലിമിറ്റ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ഗ്രേറ്റർ ദാൻ യുവർ സ്റ്റേജ്, അല്ലെങ്കിൽ എം n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യുവർ k. ഇവിടെ ടേമിനകത്ത് എക്സ് എം മൈനസ് എക്സ് എൻ -0 എന്നുള്ളത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് എന്താണ്? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഈസ് എ നാച്ചുറൽ നമ്പർ k സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എം n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ k. ദെൻ വി സേ ദാറ്റ് അവർ സീക്വൻസ് എക്സ് എൻ ഈസ് എ കോഷി സീക്വൻസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇവിടെ എക്സ് എൻ മൈനസ് എക്സ് എമ്മിനെ അല്ലെങ്കിൽ എക്സ് എം മൈനസ് എക്സ് എന്നിനെ ഒരു സീക്വൻസ് ആയിട്ട് എടുത്ത് അതിൻ്റെ ലിമിറ്റ് 0 എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തിച്ച് അവിടെ നമ്മൾ കൺവേർജൻസിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ കോഷി സീക്വൻസിൻ്റെ കണ്ടീഷനിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ നമ്മുടെ സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്നത് കോഷി സീക്വൻസ് ആണ് കിട്ടുന്നത്. നമുക്കറിയാം കോഷി ക്രൈറ്റീരിയൻ പ്രകാരം ഒരു സീക്വൻസ് കോഷിയാണെങ്കിൽ അത് കൺവെർജൻ്റ് ആയിരിക്കും. അതിനാൽ തന്നെ ഈ സീക്വൻസ് കൺവെർജൻറ്റും ആയിരിക്കും. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇതാണ്, ഒരു സീക്വൻസ് കോൺട്രാക്റ്റീവ് ആണെങ്കിൽ അത് കൺവെർജൻ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.